എല്ലാവരും ഒന്ന് മാറി നിൽക്കണം. ഒരു സെപ്റ്റിക് ടാങ്ക് പൊട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോ മുഖത്തോട്ട് തെറിച്ചെന്ന് വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. എടാ കൊമേനിക്ക് വേണ്ടി കരയുന്ന നാറികളെ, നിന്റെയൊക്കെ നബി കുടുംബത്തെ മൊത്തം ഉന്മൂലനം ചെയ്ത ആളുടെ വംശത്തിന്റെ നേതാവാണ് അയാള്. ഈ മൊണ്ണത്തി ഇവിടെ നാറികളെ എന്ന് വിളിച്ചത് ഇവളുടെ വീട്ടിലെ തന്തയെ വിളിക്കുന്നതാണ് ഇവള് നാറിയെ തണ്ടായെന്ന്. പക്ഷെ ഇവൾക്ക് ഒരുപാട് തന്തമാരുള്ളതുകൊണ്ട് ഏത് തന്തയാണ് ഇവള് നാറി എന്ന് വിളിക്കുന്നത് എന്നുള്ളതിൽ മാത്രമേ നമുക്ക് ഡൗട്ടുള്ളൂ. ഇനി ആരടാ ഇതൊക്കെ പറഞ്ഞു തരുന്നത്? കർബല യുദ്ധമൊക്കെ കേട്ടിട്ടുണ്ടോ നീയൊക്കെ? അതിനെവിടെ മര്യാദയ്ക്ക് 4 അക്ഷരം അക്ഷരത്തെറ്റില്ലാതെ കൂട്ടി എഴുതാനും വായിക്കാനും അറിയാത്ത നിന്നോടൊക്കെ കർബല യുദ്ധത്തെ കുറിച്ച് പറഞ്ഞു. ഒരു വെള്ള പേപ്പറിൽ ചാണകം എന്ന് എഴുതി കൊടുത്തിട്ട് അത് വായിക്കാൻ പറഞ്ഞാൽ കോണകം എന്ന് പോലും വായിക്കാൻ അറിയാത്ത ഒരു മൊണ്ണത്തിയാണ് ഈ മൊണ്ണത്തി. സകല അണ്ടിമൊക്ക് ശാഖയിലെ കുണ്ടൻ സംഖ്യകളെയും പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ സത്യത്തിൽ ഇത് സ്കൂളിൻ്റെ അകത്ത് കഞ്ഞി വെക്കാൻ പോയ ഒരു ആയാണെന്നുള്ള കാര്യം ഈ അണ്ടിമൊക്ക് ശാഖയിലെ കുണ്ടൻ സംഖ്യകൾക്ക് അറിയോ? ഈ മൊണ്ണത്തിയാണ് മുസ്ലിങ്ങളെ ചരിത്രം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. വല്ലാത്ത കഷ്ടം. മൊണ്ണത്തി സംഖ്യകളെ സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടിയപ്പോൾ സംഖ്യകളെ സുഖിപ്പിച്ചതാണ്. കാരണം സംഘികളെ സുഖിപ്പിച്ചുകൊണ്ടാണ് ഈ മൊണ്ണത്തേക്ക് ജീവിച്ചു പോകുന്നത്. മുസ്ലിങ്ങളെ പരദൂഷണവും കുറ്റവും പറഞ്ഞ് ജീവിച്ചു പോകുന്ന ഒരു സാധനത്തിൽപ്പെട്ട വേറൊരു മൊണ്ണത്തി സാധനമാണ് ഈ സാധനം. മുസ്ലിങ്ങൾ ഈ ലോകത്തില്ലെങ്കിൽ ഇതുപോലുള്ള മൊണ്ണത്തികളൊക്കെ എങ്ങനെയാണ് ജീവിച്ചു പോവുക? പണിയെടുക്കാതല്ലേ? വളരെ കഷ്ടമാണ് ഇതുകളുടെയൊക്കെ ജീവിതം. ജീവിച്ചു പോ. മുസ്ലിങ്ങളെ പരദൂഷണം പറഞ്ഞിട്ടെങ്കിലും നീ നിന്റെ കുടുംബത്തിന് നോക്കണുണ്ടല്ലോ. സന്തോഷമുള്ളൂ. അങ്ങനെങ്കിലും ജീവിക്കി. എന്തായാലും നീ ഒന്നും പണിയെടുത്ത് ജീവിക്കുന്നുള്ള തീരുമാനത്തിലല്ല നീയും ആ ആരീഫ് കുഷനൊന്നും. ജീവിച്ചോ.